ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്ട്രേഞ്ചർ തിങ്സ് സീരീസിന്റെ 5th സീസൺ ഇറങ്ങിയത് മുതൽ ഇങ്ങോട്ട് പുറത്തു വന്ന 8 എപ്പിസോഡ്സും നമ്മൾ സെപ്പറേറ്റ് ആയി തന്നെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അതിലെ 4th മുതൽ 8th വരെയുള്ള എപ്പിസോഡ്സ്, അതായത് വോള്യൂം 2 and 3യുടെ ഒരു ക്വിക്ക് ആൻഡ് ഷോർട്ട് റീക്യാപ്പ് ആണ്. ഇതേ ഫോർമാറ്റിൽ തന്നെ ആദ്യ 4 സീസൺസിന്റെയും സീസൺ 5 വോള്യൂം 1ന്റെയും റീക്യാപ്പ് ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട്. അപ്പോൾ വളരെ ലെങ്തി ആയ 4 എപ്പിസോഡ്സിന്റെ ഓവറോൾ റീക്യാപ്പ് ആയതുകൊണ്ട് തന്നെ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി ഇൻസിഡൻസിന്റെ ഓർഡറിൽ ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി ലൈൻ യാതൊരു തരത്തിലും എഫക്റ്റഡ് ആകാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയ ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. ആൻഡ് ഓൾസോ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. നമുക്ക് വേഗം റീക്യാപ്പിലേക്ക് പോകാം. കമോൺ. സീസൺ 5 വോള്യൂം 1ന്റെ ഒടുവിൽ വില്ലന് വെഗ്നയിൽ നിന്നും പവേഴ്സ് ഡ്രോ ചെയ്യാൻ കഴിയുമെന്നും അതിലൂടെ ഹൈവ് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കിയ ശേഷം വോള്യൂം 2ൽ ജോയ്സ് തന്റെ മകനോട് ഈ കണക്ഷൻ യൂസ് ചെയ്ത് വെഗ്നയെ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ എൻകറേജ് ചെയ്യുന്നു. സോ വെഗ്നയുമായി വില്ലിന് റീകണക്ട് ചെയ്യാൻ മരിച്ചു കിടക്കുന്ന ഒരു ഡെമോഗോർഗന്റെ ശരീരം റേഡിയോ ടവറിലെ ഇലക്ട്രിസിറ്റി കൊണ്ട് റീആനിമേറ്റ് ചെയ്യാം എന്നൊരു ഐഡിയ ലൂക്കസ് സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ പ്ലാനിലൂടെ വിൽ ഡെമോഗോർഗന്റെ മൈൻഡിലേക്കും അതുവഴി വെഗ്നയുടെ തന്നെ മൈൻഡിലേക്കും ആക്സസ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം വെഗ്ന താൻ പിടികൂടിയ കുട്ടികളുടെ മുന്നിൽ ഹെൻറി ക്രീലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ തന്റെ മെമ്മറി കാസിലേക്ക് കൊണ്ടുവരികയും സ്നേഹം നിറഞ്ഞ പെരുമാറ്റം അഭിനയിച്ച് അവരെ കൺവിൻസ് ചെയ്യുകയുമാണ്. ഇപ്പോ കാസിലിൽ നിന്നും രക്ഷപ്പെട്ട ഹോളി മാക്സിനൊപ്പം രക്ഷപ്പെടാനായി ഒരു വഴി തിരയവേ അവരുടെ എസ്കേപ്പ് പ്ലാൻ ഡെറിക് പറഞ്ഞില്ലെങ്കിൽ അവന്റെ ഫാമിലിയെ മുഴുവൻ കൊന്നുകളയും എന്ന് വെഗ്ന അവനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വെഗ്ന മാക്സിനെ പിടികൂടുകയും അവളെ ശ്വാസം മുട്ടിക്കാനും തുടങ്ങുമ്പോൾ കൃത്യസമയത്ത് വിൽ അവനുമായി കണക്ട് ചെയ്ത് താൽക്കാലികമായി അവനെ ഓവർ പവർ ചെയ്യുന്നു. ഈ ഗ്യാപ്പിൽ മാക്സും ഹോളിയും പിന്നെയും രക്ഷപ്പെടുന്നു. വെഗ്ന വീണ്ടും കൺട്രോൾ ഏറ്റെടുക്കുകയും വില്ലിനെ മൈൻഡിൽ നിന്നും ഔട്ട് ആക്കുകയും ചെയ്യുമ്പോൾ വിൽ തെറിച്ചു വീണ് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ അപ്സൈഡ് ഡൗണിലെ ഹോക്കിൻസ് ലാബിൽ ഡസ്റ്റിൻ പറയുന്നത് അവിടെയുള്ള ഏതോ പവർഫുൾ ജനറേറ്റർ കണ്ടെത്തി നശിപ്പിച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഫ്ലഷി വാൾ ഇല്ലാതാക്കി ഹോളിയെയും കുട്ടികളെയും രക്ഷിക്കാം എന്നാണ്. അവൻ സ്റ്റീവിനൊപ്പവും നാൻസിയും ജോനത്തിനും മറ്റൊരു ടീമായും തിരിഞ്ഞ് ആ പവർ സോഴ്സ് അന്വേഷിക്കാൻ തുടങ്ങുന്നു. സെർച്ച് നടക്കുന്നതിനിടെ സ്റ്റീവ് ഡസ്റ്റിന്റെ ഇപ്പോഴത്തെ അരഗന്റായ പെരുമാറ്റത്തെ കുറ്റപ്പെടുത്തുകയും എഡ്ഡിയുടെ മരണം അവൻ ആവശ്യമില്ലാതെ ഹീറോ കളിക്കാൻ നോക്കിയതിന്റെ ബലമാണെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഡസ്റ്റിൻ സ്റ്റീവിനെ അറ്റാക്ക് ചെയ്യുകയും ഇതിനിടെ അവരുടെ റേഡിയോ ആന്റിന ഒടിയുന്നതോടെ അവർക്ക് മറ്റേ ടീമുമായുള്ള കണക്ഷൻ കട്ട് ഓഫ് ആവുകയും ചെയ്യുന്നു. പിന്നീട് വഴക്കിട്ട് മാറിയിരിക്കുന്നതിനിടെ ഡസ്റ്റിൻ ഡോക്ടർ ബ്രന്നറിന്റെ ജേർണൽസ് കണ്ടെത്തുകയും അതിൽ നിന്നും അപ്സൈഡ് ഡൗൺ ഒരു ഓൾട്ടർനേറ്റ് ഡിമെൻഷൻ അല്ലെന്നും വെഗ്ന തന്റെ ലെയർ സൃഷ്ടിച്ചിട്ടുള്ള ശരിക്കുള്ള മറ്റൊരു ഡിമെൻഷനിലേക്ക് എർത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു വേം ഹോൾ അഥവാ ബ്രിഡ്ജ് മാത്രമാണെന്നും കണ്ടെത്തുന്നു. ഡസ്റ്റിൻ മുമ്പ് പറഞ്ഞതുപോലെ ജനറേറ്റർ കണ്ടെത്തി നശിപ്പിച്ച് ആ വാൾ തകർത്താൽ അപ്സൈഡ് ഡൗണിലുള്ള തങ്ങളടക്കമുള്ള സകലതും സ്പേസിലെ വാക്യൂമിലേക്ക് വലിച്ചെടുക്കപ്പെടുമെന്നും അവൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ അവൻ നാൻസിക്കും ജോനത്തിനും മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നെങ്കിലും റേഡിയോ വർക്ക് ആകാത്തതിനാൽ അതിന് കഴിയുന്നില്ല. ഈ അപകടങ്ങളൊന്നും അറിയാതെ നാൻസി ടെറസിൽ വോം ഹോളിനെ പവർ ചെയ്യുന്ന ഒരു എനർജി സ്പിയർ കണ്ടെത്തുകയും അതിന് നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ആ വാളിൽ ചെറിയൊരു ഡിസ്ട്രക്ഷൻ സൃഷ്ടിക്കുന്നു. അത് കാരണം ഉണ്ടായ ഹോളിലൂടെ അപ്സൈഡ് ഡൗണിലെ വസ്തുക്കൾ വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ ആ പരിസരത്തുണ്ടായിരുന്ന 11നെയും ഹോപ്പറേയും കാലിയെയും കൂടി അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ 11 തന്റെ പവേഴ്സ് യൂസ് ചെയ്ത് തന്നെയും കൂടെയുള്ളവരെയും ഷീൽഡ് ചെയ്യുന്നു. ഒപ്പം അവിടെ അവർ റിയൽ വേൾഡിലേക്കുള്ള ഒരു പോർട്ടൽ ഗേറ്റ് കാണുമ്പോൾ ഒരുവിധം അതിനടുത്തേക്ക് എത്തി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ റിയൽ വേൾഡിൽ എത്തിയ അവർ ജോയ്സും മൈക്കുമായി റീയുണൈറ്റ് ചെയ്യുന്നു. അപ്സൈഡ് ഡൗണിൽ എക്സോട്ടിക് മാറ്റർ ഡീസ്റ്റെബിലൈസ്ഡ് ആകുമ്പോൾ ഹോക്കിൻസ് ലാബ് ഉരുകി ഒലിക്കാൻ തുടങ്ങുകയും അത് കാരണം നാൻസിയും ജോനത്തനും ഒരു റൂമിലേക്ക് വീണ് അവിടെ കുടുങ്ങി പോവുകയുമാണ്. രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങളൊന്നും കാണാതെ മരണം ഉറപ്പിക്കുമ്പോൾ അവർ തങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് ഏറ്റുപറയുകയും തങ്ങളുടെ ബോണ്ട് സത്യത്തിൽ റൊമാൻറ്റിക് കോമ്പാറ്റബിലിറ്റി കാരണമല്ല ഷെയർഡ് ട്രോമ കൊണ്ട് മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇപ്പോഴും പരസ്പരം കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ബ്രേക്കപ്പ് ആവുന്നു ആൻഡ് ഒരുമിച്ച് മരിക്കാൻ തയ്യാറെടുക്കുന്നു. സ്റ്റീവ് അവരെ രക്ഷിക്കാൻ ഓടുന്നതിനിടെ ഡസ്റ്റിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുകയും എഡ്ഡിയുടെ മരണത്തിന്റെ എഫക്റ്റ് തന്നെ വിട്ടുമാറിയിട്ടില്ലെന്നും സ്റ്റീവിനെ കൂടെ നഷ്ടപ്പെടാൻ തനിക്ക് കഴിയില്ലെന്നും അഡ്മിറ്റ് ചെയ്യുന്നു. ഇത് അവർക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. എന്തായാലും ഭാഗ്യത്തിന് എക്സോട്ടിക് മാറ്റർ ഇപ്പോൾ വീണ്ടും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട് ആൻഡ് ലാബ് ഉരുകി ഒലിക്കുന്നത് നിന്നിരിക്കുന്നു. സോ ഇപ്പോൾ ജോനത്തനും നാൻസിയും സേഫ് ആണ്.
അവർ 4 പേരും റീയുണൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുന്നു. ഈ സമയം അൺകോൺഷ്യസ് ആയിരിക്കുന്ന വില്ലിനെ വെഗ്ന അവന്റെ തന്നെ മനസ്സിനുള്ളിൽ നേരിടുന്നു. കുട്ടിക്കാലത്ത് വില്ലിനെ താൻ ആദ്യം ക്യാപ്ചർ ചെയ്ത സമയത്ത് ഹോക്കിൻസിനെ അപ്സൈഡ് ഡൗണുമായി ലിങ്ക് ചെയ്യുന്ന ടണൽസ് നിർമ്മിക്കാൻ തന്നെ സഹായിച്ചത് വിൽ തന്നെയാണ് എന്ന് വെഗ്ന വെളിപ്പെടുത്തുന്നു. പുതുതായി പിടികൂടിയ 12 കുട്ടികളെ ഉപയോഗിച്ച് തന്റെ ലോകം പൂർണ്ണമായും ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണ് വെഗ്നയുടെ ഇപ്പോഴത്തെ പദ്ധതി. ഒപ്പം അവൻ വില്ലിനെ ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കോമയിൽ കിടക്കുന്ന മാക്സിന്റെ റിയൽ ബോഡി ട്രാക്ക് ചെയ്യുകയും അവളെ കൊല്ലാനായി ഡെമോഡോഗ്സിനെ അയക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ 11 വില്ലിന്റെ മൈൻഡിലേക്ക് പ്രവേശിച്ച് അവനെ ഉണരാൻ സഹായിക്കുന്നു. ബോധം വീണ്ടെടുത്ത വിൽ മാക്സ് അപകടത്തിലാണെന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനോടകം ലൂക്കസ് റോബിനും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. റോബിന്റെ ലവർ വിക്കി ഇപ്പോൾ അവരിൽ നിന്നും ഹോക്കിൻസിനെ എഫക്ട് ചെയ്തിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ ഇവന്റ്സിനെ പറ്റി മനസ്സിലാക്കുന്നു. ശേഷം റോബിൻ, വിക്കി, ലൂക്കസ് എന്നിവർ കോമയിലുള്ള മാക്സിന്റെ ബോഡിയുമായി ഹോസ്പിറ്റൽ ബേസ്മെന്റിൽ ഒളിച്ചിരിക്കുമ്പോൾ അവരെ പിടിക്കാൻ അവിടെ എത്തുന്ന ഡെമോഡോഗ്സിനെ ഒരു ഓക്സിജൻ മാസ്കും വാഷിംഗ് മെഷീനും വെച്ചുള്ള ട്രാപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് പരിക്കേറ്റ് അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന കാരൻ വീലർ അവരെ രക്ഷിക്കുന്നു. മറ്റൊരിടത്ത് ഹെൻറിയുടെ മൈൻഡ്സ്കേപ്പിൽ മാക്സും ഹോളിയും ഒരു ഹിഡൻ ടണൽ കണ്ടെത്തുകയും അതിനുള്ളിൽ ഹെൻറിയുടെ കുട്ടിക്കാലത്തെ ഒരു മെമ്മറി കാണുകയും ചെയ്യുന്നു. അതായത് കൊച്ചു ഹെൻറി ഒരിക്കൽ അതിനുള്ളിൽ വെച്ച് പരിക്കേറ്റ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പരിഭ്രാന്തനായ അയാൾ അവനെ ഷൂട്ട് ചെയ്തു. ഹെൻറി അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും തുടർന്ന് അയാളുടെ ബ്രീഫ് കേസ് മോഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് മാക്സും ഹോളിയും തങ്ങളുടെ എസ്കേപ്പ് അറ്റംപ്റ്റ് തുടർന്നു. ഇപ്പോൾ തന്റെ രക്ഷപ്പെടലിനുള്ള യഥാർത്ഥ കീ തന്റെ ഫേവറേറ്റ് സോങ് അല്ലെന്നും അത് ഇനിയും തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലൂക്കസുമായുള്ള തന്റെ കണക്ഷൻ ആണെന്നും മാക്സ് മനസ്സിലാക്കുന്നു. ഹോളിക്ക് തന്റെ ഒപ്പം വരാൻ കഴിയില്ലെന്നും അവൾക്ക് രക്ഷപ്പെടാനുള്ള പോർട്ടൽ അവൾ തന്നെ കണ്ടെത്തണമെന്നും പറയുന്ന മാക്സ് ഹോളിക്ക് അതിനായുള്ള സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുകയും വേണ്ട സമയത്ത് റിയൽ വേൾഡിൽ നിന്നും സഹായം എത്തുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ശേഷം മാക്സ് തന്റെ പോർട്ടലിലൂടെ റിയൽ വേൾഡിലേക്ക് രക്ഷപ്പെടുകയും അവിടെ ലൂക്കസുമായി ഇമോഷണലി റീയുണൈറ്റ് ചെയ്യുകയുമാണ്. ഒപ്പം അപ്സൈഡ് ഡൗണിൽ ട്രാപ്ഡ് ആയിരുന്നവർ കൂടി തിരികെ എത്തിയതോടെ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. സയൻസ് ടീച്ചറായ മിസ്റ്റർ ക്ലാർക്കിന്റെ കൂടെ സഹായത്തോടെ അവർ ഹോളിയെ രക്ഷിക്കാനും വെഗ്നയെ ഡിഫീറ്റ് ചെയ്യാനുമുള്ള ഒരു ഫൈനൽ പ്ലാൻ തയ്യാറാക്കുന്നു. ഡോക്ടർ ബ്രന്നറിന്റെ ജേർണൽസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് വെഗ്നയുടെ ലെയർ ഒരു സ്കൈ റെൽമിലാണ് നിൽക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡസ്റ്റിൻ അവിടം അബിസ് എന്ന് പേരിട്ട് വിളിക്കുകയും 11 മേൽ ആദ്യമായി എക്സ്പെരിമെന്റ്സ് നടക്കുമ്പോൾ അവൾ ഹെൻറിയെ റീച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അപ്സൈഡ് ഡൗണിന്റെ രൂപത്തിലുള്ള വേം ഹോൾ ബ്രിഡ്ജ് രൂപപ്പെട്ടതെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ ഉപയോഗിച്ച് ഭൂമിയെയും അബിസിനെയും മർജ് ചെയ്ത് തനിക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ലോകമാക്കാനാണ് വെഗ്ന ഉദ്ദേശിക്കുന്നത്. വിൽ ആദ്യമായി കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ദിവസമായ നവംബർ 6ന്റെ ആനിവേഴ്സറി ആയ ഇന്നത്തെ ദിവസം രാത്രി തന്നെയാവും വെഗ്ന തന്റെ ഫൈനൽ സ്കീം നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്ന് ലൂക്കസും ഒരു തിയറി മുന്നോട്ട് വെക്കുന്നു. ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്താവണം എന്ന് എല്ലാവരും തർക്കിക്കുന്നതിനിടെ സ്റ്റീവ് ഒരു ബ്രില്യന്റ് ഐഡിയ സജസ്റ്റ് ചെയ്യുന്നു. അബിസ് ഭൂമിയോട് കൂടുതൽ അടുത്തെത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ശേഷം അപ്സൈഡ് ഡൗണിലെ റേഡിയോ ടവർ ഉപയോഗിച്ച് വെഗ്നയുടെ ലെയർ ബ്രീച്ച് ചെയ്തുകൊണ്ട് കുട്ടികളെ രക്ഷിക്കാം. ഒപ്പം 11 വെഗ്നയുടെ മൈൻഡിലേക്ക് കടന്ന് അവനെ തോൽപ്പിക്കുകയും ചെയ്യാം. ഇതാണ് സ്റ്റീവിന്റെ ഐഡിയ. മിഷൻ കഴിഞ്ഞ് എല്ലാവരും രക്ഷപ്പെടുന്നതിനൊപ്പം എനർജി സ്പിയറിൽ ഒരു ബോംബ് ഡെറ്റണേറ്റ് ചെയ്തുകൊണ്ട് അപ്സൈഡ് ഡൗൺ പൂർണ്ണമായും നശിപ്പിച്ചാൽ പിന്നെ അബിസിന് ഒരിക്കലും ഭൂമിയിലേക്ക് അടുക്കാൻ കഴിയില്ല എന്നൊരു സജഷൻ ഡസ്റ്റിനും മുന്നോട്ട് വെക്കുന്നു. സോ ഫൈനൽ ബാറ്റിലിനായുള്ള പ്രിപ്പറേഷൻസ് നടക്കവേ വിൽ തന്റെ ഗ്രൂപ്പിനോട് മുഴുവനായി തന്റെ സെക്ഷൽ ഓറിയന്റേഷൻ വെളിപ്പെടുത്തുന്നു. തിരിച്ച് ഗ്രൂപ്പിലെ മുഴുവൻ പേരുടെ റെസ്പോൺസ് സ്നേഹവും പിന്തുണ നൽകുന്നതും ആയിരുന്നതിനാൽ അവൻ ഇപ്പോൾ തന്റെ എല്ലാ പേടികളും മറന്ന് വെഗ്നയെ നേരിടാൻ ധൈര്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവർ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഹെൻറിയെയും തങ്ങളെയും പോലെയുള്ള കൂടുതൽ സൂപ്പർ പവേർഡ് കുട്ടികളെ സൃഷ്ടിക്കാൻ ഡോക്ടർ കെ കാലിയുടെ ബ്ലഡ് യൂസ് ചെയ്തിരുന്നു എന്നാണ് അവൾ പറയുന്നത്. ഡോക്ടർ കെ ബ്രന്നറിന്റെ പരീക്ഷണങ്ങൾ തുടരുകയാണ്. എന്നാൽ തന്റെ ബ്ലഡ് അത്രത്തോളം പവർഫുൾ അല്ലാത്തതിനാൽ അവരുടെ എക്സ്പെരിമെന്റ്സ് ബലം കണ്ടില്ല. പക്ഷെ 11 ഹെൻറിയോളം തന്നെ പവർഫുൾ ആയതിനാൽ അവളുടെ ബ്ലഡ് ഇതിനെ സഹായിക്കും. ഇനിയിപ്പോ ഡോക്ടർ കെ ഇല്ലാതായാലും അവർക്ക് പകരം മറ്റൊരാൾ വരിക തന്നെ ചെയ്യും. സോ ഇത്തരം എക്സ്പെരിമെന്റ്സ് തടയാനും തങ്ങളെപ്പോലെ ഭാവിയിൽ കൂടുതൽ കുട്ടികൾ സഫർ ചെയ്യാതിരിക്കാനും മിഷന് ശേഷം അപ്സൈഡ് ഡൗൺ നശിക്കുമ്പോൾ അതിനോടൊപ്പം തങ്ങളും ഇല്ലാതാകണം എന്നാണ് കാലി പറയുന്നത്. ഇപ്പോൾ ഫൈനൽ ബാറ്റിൽ തുടങ്ങാനായി എറിക്കയുടെയും മിസ്റ്റർ ക്ലാർക്കിന്റെയും സഹായത്തോടെ നമ്മുടെ ഹീറോസ് അപ്സൈഡ് ഡൗണിലേക്കുള്ള പോർട്ടലിലേക്ക് എത്താൻ മിലിറ്ററി കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നു. അപ്സൈഡ് ഡൗണിലേക്ക് കടന്ന ശേഷം നാൻസി, ജോനത്തൻ, സ്റ്റീവ്, റോബിൻ, ജോയ്സ്, വിൽ, മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ് എന്നിവർ റേഡിയോ ടവർ ലക്ഷ്യമാക്കി പോകുന്നു. ഹോളിയും മറ്റു കുട്ടികളും ഹെൻറിയുടെ മൈൻഡ്സ്കേപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അബിസിൽ നിന്നും താഴെ എത്തിക്കാനായി അവിടേക്ക് പോകാൻ അവർ റേഡിയോ ടവറിലൂടെ മുകളിലേക്ക് കയറുന്നു.
അതേസമയം ഹോപ്പർ 11നും കാലിക്കും വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കുമ്പോൾ മുറേ ഹോക്കിൻസ് ലാബിൽ C4 എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സിസ്റ്റേഴ്സ് ഒന്നിച്ച് വെക്നയുടെ മെമ്മറീസിലൂടെ തങ്ങളെ ഗൈഡ് ചെയ്യാനായി റിയൽ വേൾഡിലെ റേഡിയോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരുന്ന മാക്സിനെ കൂടെ മൈൻഡ് ട്രാവലിലേക്ക് കൊണ്ടുവരുന്നു. ഒടുവിൽ അവർ ഹെൻറിയുടെ മൈൻഡ് കാസ്റ്റിലുള്ള കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നു. പക്ഷെ അവർ അവിടെ നിന്നും ഇറങ്ങി കേവ് ലക്ഷ്യമാക്കി ഓടുന്നതിനിടെ വെക്ന ഹോപ്പറിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് 11ന്റെ സാക്രിഫൈസിനുള്ള പ്ലാൻ വെളിപ്പെടുത്തുന്നു. വെക്ന കാരണം മാനിപ്പുലേറ്റഡ് ആയ ഹോപ്പർ 11നെ ഹെൻറിയുടെ മെമ്മറീസിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ ഒപ്പം കാലിയും മാക്സും കൂടെ അവിടെ നിന്നും ഔട്ടായി പോകുന്നു. ഇപ്പോൾ മറ്റു കുട്ടികളെ വെക്നയിൽ നിന്നും രക്ഷപ്പെട്ട് കേവിലേക്ക് നയിക്കേണ്ടത് ഹോളിയുടെ ടാസ്കായി മാറുന്നു. അതേസമയം കേണൽ ഏക്കേഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു ടീം ഓഫ് സോൾജിയേഴ്സ് 11നെ പിടികൂടാൻ അപ്സൈഡ് ഡൗണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 11 അവരെ എല്ലാവരെയും കൊല്ലുന്നെങ്കിലും ഏക്കേഴ്സ് മരിക്കുന്നതിന് മുൻപ് അവൻ കാലിയെ ഷൂട്ട് ചെയ്യുകയും അവൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. അബിസിലാകട്ടെ വിൽ വെക്നയുടെ മൈൻഡിലേക്ക് കണക്ട് ചെയ്യുകയും ഹെൻറി ക്രീലിന്റെ പാസ്റ്റിനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. കൊച്ചു ഹെൻറി പണ്ട് ടണലിൽ വെച്ച് കണ്ട വ്യക്തിയുടെ സ്യൂട്ട് കേസിൽ ഉണ്ടായിരുന്നത് മൈൻഡ് ഫ്ലെയറിന്റെ ഒരു ഫ്രാഗ്മെന്റ് ആയിരുന്നു. അത് ഹെൻറിയെ പൊസസ് ചെയ്യുകയും അവന്റെ ബ്ലഡിനെ ഇൻഫെക്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അവന് പവേഴ്സ് ലഭിച്ചത്. ഈ ഈവിൽ പവറിൽ നിന്ന് പിന്മാറാൻ ഹെൻറിയെ പ്രേരിപ്പിക്കാൻ വിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പകരം വെക്ന മൈൻഡ് ഫ്ലെയറിനോട് ചേർന്ന് നിന്ന് ഭൂമിയെ കീഴടക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ വെക്നയുടെ ലെയർ എന്നത് മൈൻഡ് ഫ്ലെയറിന്റെ ഫിസിക്കൽ ബോഡി തന്നെയാണെന്ന് കൂടി നമുക്ക് കാണാം. അത് പുനർജീവിച്ചുകൊണ്ട് എബിസിലെത്തിയ നമ്മുടെ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്സൈഡ് ഡൗണിൽ ഹോപ്പർ 11നോട് അവൾ തന്റെ പവേഴ്സിൽ മാത്രമല്ല വിശ്വസിക്കേണ്ടതെന്നും അവൾക്ക് ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകുമെന്നും അവൾക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോയ ഒരു ചൈൽഡ്ഹുഡ് നാളെ അവൾക്കൊരു കുഞ്ഞുണ്ടായാൽ അതിനെങ്കിലും നൽകാം എന്നുകൂടി വിശ്വസിക്കണം എന്നും പറയുന്നു. ശേഷം അവർ ഒരു ഇമോഷണൽ ഫെയർവെൽ ഷെയർ ചെയ്ത ശേഷം 11 വെക്നയുമായുള്ള ഒരു ഫൈനൽ കോൺഫ്രണ്ടേഷന് വേണ്ടി അബിസിലേക്ക് എത്തുന്നു. അവൾ ലെയറിനുള്ളിൽ കടന്ന് വെക്നയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പുറത്തുള്ള ടീം ഒത്തുചേർന്ന് മൈൻഡ് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവൾ ഏതാണ്ട് കീഴ്പ്പെടുകയും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതായും തോന്നുന്ന അതേ മൊമെന്റിൽ വിൽ വീണ്ടും വെക്നയുമായി റീകണക്ട് ചെയ്ത് അവനെ ദുർബലപ്പെടുത്തുന്നു. അതോടെ വില്ലും 11നും ചേർന്ന് വെക്നയെ പരാജയപ്പെടുത്തി ഒരു ഷാർപ്പ് സ്ട്രക്ചറിൽ കൊണ്ടുചെന്ന് തറയ്ക്കുന്നു. ആൻഡ് പുറത്തുള്ള ടീം ഇപ്പോൾ മൈൻഡ് ഫ്ലെയറിനെയും ഡെസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. നാൻസിയും കൂട്ടരും അകത്തേക്കെത്തി ഹോളിയെയും മറ്റു കുട്ടികളെയും രക്ഷിക്കുകയും ഒപ്പം ജോയ്സ് വെക്നയെ പലതവണ വെട്ടി പരിക്കേൽപ്പിക്കുകയും അവന്റെ തല തന്നെ മുറിച്ച് താഴേക്ക് ഇട്ടുകൊണ്ട് അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ശേഷം ഗ്രൂപ്പ് അപ്സൈഡ് ഡൗണിൽ ബോംബുകൾ സെറ്റ് ചെയ്ത ശേഷം അവിടെ നിന്നും പുറത്തു കടക്കുമ്പോൾ ഡോക്ടർ കെയുടെ നേതൃത്വത്തിൽ അവിടെ കാത്തുനിന്ന ആർമി അവരെ പിടികൂടുന്നു. താൻ ഒരിക്കലും സ്വതന്ത്രയാകില്ലെന്ന് മനസ്സിലാക്കിയ 11 അപ്സൈഡ് ഡൗണിന്റെ എൻട്രൻസിൽ തന്നെ നിന്നുകൊണ്ട് അവിടം തകരുന്നതിനൊപ്പം ഇല്ലാതാകാൻ തയ്യാറാകുന്നു. ഒപ്പം മൈക്കും അവളുടെ ഫ്രണ്ട്സും മറ്റു വേണ്ടപ്പെട്ടവരും ഹാർട്ട് ബ്രോക്കണായി ആ കാഴ്ച നോക്കി നിൽക്കാൻ നിർബന്ധിതരാകുന്നു. 18 മാസങ്ങൾക്ക് ശേഷം ഹോക്കിൻസ് ഇപ്പോൾ ശാന്തമാണ്. എല്ലാവരും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ജോനത്തൻ ന്യൂയോർക്കിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിനൊപ്പം ഒരു സിനിമ തയ്യാറാക്കാൻ ശ്രമിക്കുന്നു. നാൻസി കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത ശേഷം ഹെറാൾഡ് ന്യൂസ് പേപ്പറിൽ ട്രെയിനിയായി കയറി. സ്റ്റീവ് ഹോക്കിൻസിൽ തന്നെ തുടർന്നുകൊണ്ട് സ്കൂളിലെ സ്പോർട്സ് കോച്ചും സെക്സ് എഡ്യൂക്കേഷൻ ടീച്ചറുമായി സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. റോബിൻ ഇപ്പോഴും സ്ക്വാക്ക് റേഡിയോയിൽ ജോക്കിയായി തുടരുന്നു. വ്യത്യസ്ത വഴികളിലാണെങ്കിലും തങ്ങളുടെ ഈ സൗഹൃദം എന്നും നിലനിർത്തും എന്നവർ പ്രോമിസ് ചെയ്യുന്നു. ഹോപ്പർ ഇപ്പോൾ ഫൈനലി ജോയ്സിനെ പ്രപ്പോസ് ചെയ്യുന്നു. എൻഗേജ്ഡ് ആയ ശേഷം മോൺടെക് എന്ന സ്ഥലത്തേക്ക് താമസം മാറാനാണ് അവരുടെ പ്ലാൻ. അവിടെ ബീച്ചിന് സമീപമുള്ള ലൈഫ് ഹോക്കിൻസിലെ ഓർമ്മകളിൽ നിന്ന് മാറി ഒരു പുതിയ തുടക്കം നൽകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ്, വിൽ, മാക്സ് എന്നിവർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഡസ്റ്റിൻ ഇപ്പോൾ കോളേജ് എഡ്യൂക്കേഷനായി പോയെങ്കിലും ഇപ്പോഴും ഫ്രണ്ട്സുമായി എസ്പെഷ്യലി സ്റ്റീവുമായുള്ള ഫ്രണ്ട്ഷിപ്പ് തുടരുന്നുണ്ട്. ലൂക്കസിന്റെ മാക്സിന്റെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നു. വിൽ ന്യൂയോർക്കിലേക്ക് മൂവ് ചെയ്ത് അവിടെ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ ലൈഫ് നയിക്കുന്നു. മൈക്ക് ആകട്ടെ തങ്ങളുടെ ചൈൽഡ്ഹുഡ് അഡ്വഞ്ചേഴ്സിൽ നിന്നും ഇൻസ്പയർഡ് ആയി ഒരു റൈറ്റിംഗ് കരിയറാണ് തിരഞ്ഞെടുത്തത്. തങ്ങളുടെ ഒരു ഫൈനൽ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഗെയിമിനിടെ മൈക്ക് ഒരു തിയറി മുന്നോട്ട് വെക്കുന്നു. 11 ശരിക്കും ഇല്ലാതായിട്ടില്ലെന്നും കാലി മരിക്കുന്നതിന് മുൻപ് അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം സൃഷ്ടിച്ച് 11ന്റെ ഒരു കാസ്റ്റ് ഇമേജ് മാത്രമാണ് അപ്സൈഡ് ഡൗണിനൊപ്പം ഇല്ലാതായതായി തങ്ങൾ കണ്ടതെന്നുമാണ് അവൻ പറയുന്നത്. ഡോക്ടർ കെയുടെയും ആർമിയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് 11 ദൂരെ എവിടേക്കോ പോയി അവിടെ സമാധാനമായി ജീവിക്കുന്നുണ്ടാവും എന്ന് മൈക്കിനും ഫ്രണ്ട്സിനും ഒപ്പം നമുക്കും വിശ്വസിക്കാൻ ഈ തിയറി ഹെൽപ്പ് ചെയ്യുന്നു. തങ്ങളുടെ ഫൈനൽ ഗെയിം അവസാനിപ്പിച്ച് അവർ ആ ബേസ്മെന്റിൽ നിന്നും പുറത്തേക്കും അതുവഴി തങ്ങളുടെ അഡൾട്ട്ഹുഡിലേക്കും കടക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഹോളിയും ഡെറിക്കും അടങ്ങുന്ന മറ്റൊരു സംഘം കുട്ടികൾ ബേസ്മെന്റിലേക്ക് എത്തി അവരുടേതായ ഒരു പുതിയ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ക്യാമ്പയിൻ ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ പുതിയൊരു അഡ്വഞ്ചറിന് റെഡിയാകുന്ന അവരെ സന്തോഷത്തോടെ നോക്കിയ ശേഷം
മൈക്ക് ഡോർ ക്ലോസ് ചെയ്ത് പോകുന്നിടത്ത് സ്ട്രേഞ്ചർ തിങ്സ് സീരീസ് അവസാനിക്കുന്നു. അപ്പോൾ അതാണ് എ ക്വിക്ക് ഓവറോൾ റീക്യാപ്പ് ഓഫ് വോള്യൂം 2 and 3 ഓഫ് സ്ട്രേഞ്ചർ തിങ്സ്. ആദ്യമേ പറഞ്ഞ പോലെ മെയിൻ ഇൻസിഡൻസ് എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു ഫ്ലോയിൽ പറയാനായി ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റോറിയെ യാതൊരു തരത്തിലും എഫക്ട് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എപ്പിസോഡ് വൈസ് ബ്രേക്ക് ഡൗണോ ഓവറോൾ റീക്യാപ്സോ ആയി കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള മറ്റ് സീരീസസ് കൂടി റെക്കമെൻഡ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.